എവിടെയായിരുന്നു ഇതുവരെ നീ? എന്താ ഈ കവറില്? എനിക്ക് പള്ളിയിൽ ക്വസ്റ്റ്യൻ പണിയല്ലേ, അങ്ങേര് തന്നുവിട്ടാ കുത്തി കേറ്റ്. അണ്ണാ, ഇവളൊന്നും ഇങ്ങനെ? എന്ത് രസമായിട്ടാണ് അവള് പിയാനോ വായിക്കുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കല്ലോ. ലവളതിലിട്ട് കുത്തിപ്പറിക്കുമ്പോ യാതൊരു പരാതിയുമില്ല. ഞാൻ തൊട്ടാലേ ഉള്ളൂ കുഴപ്പം അല്ലേ? കൊച്ചിനെ അവളൊന്ന് വിളിക്കരുത്. ആരെ? കൊച്ചിനെ എന്നാന്ന് വെച്ചാ ചെയ്തു. എന്നാടാ ചാവിന്റെ കണ്ണു പിടിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വാടാ. ഞാൻ കണ്ടു. എന്താ ചാവി? എന്താ? ഞാൻ കണ്ടു. എന്റെ അച്ഛനും ഭാര്യ കൊച്ചും ഇവിടെ ഉണ്ട്. അവരെ ഞാൻ കണ്ടു. അവരെ ഞാൻ കണ്ടു. അണ്ണാ, ആ അണ്ണൊന്ന് നീറ്റേ, ഒന്ന് നീറ്റേ. പത്രകാളിന്റെ അവിടെ നിന്ന് പൂജിച്ചതാ. അണ്ണൻ കിട്ടിക്കോ. ഈ പ്രേതക്കോട്ടയിൽ താമസിക്കുമ്പോ ഇതൊക്കെ വേണം. നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ? ഈ അണ്ണൻ എന്തായി നോക്കുന്നേ? അണ്ണാതെ കൊണ്ട് കെട്ട്. അണ്ണാ, ഇത് കളി തമാശയല്ലേ? ആ സക്രിയ അങ്ങനെ ഭാര്യ ഇവിടെ എവിടേക്കോ കറങ്ങി നടക്കുന്നുണ്ട്.
അണ്ണാ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കണ്ണ. എടാ ഉണ്ണികൃഷ്ണ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? അവരെങ്ങനെയാ മരിച്ചതെന്ന് അറിയാൻ. ഓ, നീ പറയുന്നു അവരുടെ പ്രേതങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. അത് ഈ മരണത്തിന്റെ കാരണം പറയാനാണെങ്കിലോ, അതാ നിന്റെ ഈ ചരട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞത്. നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തുടങ്ങാൻ പോകുന്നു ഒരു പുതിയ രീതിയിൽ. നിനക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണോ? അണ്ണ ആ? കുഴപ്പമായി തുടങ്ങിയോ? നിലവിളി ശബ്ദിട്ട് വണ്ടി വരേണ്ടി വരുമോ? ഡാ, ഒരു ഭ്രാന്തന്റെ ഇൻവെസ്റ്റിഗേഷന് അല്പം ഭ്രാന്തണ്ടാവുമല്ലോ അല്ലേ? ആ, 1 മണിക്കൂർ സമയം, അതിനുള്ളിൽ നീ ശബരം റെഡി ആയിരിക്കണം. ഓക്കെ? ഡാ ഉണ്ണി, നിനക്ക് ഇഷ്ടപ്പെട്ട നടനാരാ? ലാലേട്ടൻ. നിനക്കോടി? ചോദിക്കുന്ന എന്തിനാ? മമ്മൂട്ടിയായിരിക്കും. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടം. ലാലേട്ടൻ ഫാനാ? എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടം. ഛേ, എന്തുകൊണ്ടാ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത്? അവര് ഭയങ്കര അഭിനയില്ലേ, അതുകൊണ്ട്. നമ്മൾ അവരെ അല്ല, അവര് ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഭയങ്കര അഭിനയം വെച്ചാ പിന്നെ എന്തുവാ? അതാ. ഓരോ കഥാപാത്രങ്ങളെയും അവരത്രയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതുകൊണ്ടാ നമുക്ക് അവരെ ആ കഥാപാത്രങ്ങളായിട്ട് തോന്നുന്നത്. ഇപ്പോ വാത്സല്യത്തിലെ രാഘവൻ നായർ, നമ്മൾ ആ സിനിമ കാണുമ്പോ ഇങ്ങനെ രാഘവൻ നായർ തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ തൂവാരത്തുമ്പികളിലെ ജയകൃഷ്ണൻ, മോഹൻലാലിനെ അല്ലല്ലോ, ജയകൃഷ്ണനല്ലേ നമ്മളവിടെ കാണുന്നത്. നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് കരുതുക, അഭിനയിക്കൂ. ഞാനോക്കെ, ഞാൻ തകർക്കണ. ഞാനും ഓക്കെ. എങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 കഥാപാത്രങ്ങളെ തരാം. അഭിനയിക്കാൻ പറ്റുമോ നോക്ക്. ആ കഥാപാത്രങ്ങളുടെ ഉള്ളറിഞ്ഞ് അഭിനയിക്കണം. സച്ചേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? ഏത് കഥാപാത്രങ്ങള്? നിങ്ങൾക്കറിയാവുന്ന 2 കഥാപാത്രങ്ങൾ, മരിയയും ഫ്രെഡിയും. റെഫറൻസിന് വീഡിയോസും ചാമി പറഞ്ഞു തരുന്ന കഥകളും ഉണ്ട്. തോന്നുന്ന കാര്യങ്ങളും സംശയങ്ങളും ഒരുമിച്ച് വിശകലനം നടത്തുക. ആ ചർച്ചകൾ തീർച്ചയായും നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു ഭ്രാന്തായിട്ട് നിങ്ങൾക്ക് തോന്നാം, ശരിയാ, ഭ്രാന്ത് തന്നെ. ഒരു പരീക്ഷണം. ഇപ്പോ എനിക്കൊരു ഉത്തരമാണ് വേണ്ടത്. തയ്യാറാണോ അല്ലയോ? ഒന്ന് ശ്രമിച്ചു നോക്കാനുള്ള ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന്. സച്ചേട്ടാ, ഞാൻ മരിയാവാൻ തയ്യാറാണ്. സക്കറിയ, മരിയ, ഫ്രെഡി, പിന്നെ ചാമിയും. നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. മാസ്ക് ഇട്ടല്ലേ വരണ്ടേ? ഇത് ചുമ്മാ മുന്നിൽ വന്ന് വാ വിളിച്ചെന്നാ ഞാനെന്ത് പറയാനാ? അല്ലണ്ണ, അതിന് മാസ്ക് വേണ്ടേ? എന്തായിരുന്നു ആളുടെ പേര്? ജോണിയോ ജോയോ? എന്താ, നിനക്ക് അവൻ അറിയില്ലേ? കണ്ടിട്ട് കുറെ വർഷമായില്ലണ്ണ. എടാ, 10 വർഷമെങ്കിലായിരുന്നു നീ എന്നെ കണ്ടിട്ട്. എന്നിട്ട് നീ എന്റെ പേര് മറന്നു? അണ്ണ എന്നുള്ള വിളി മറന്നു? കൊല്ലണ്ട, ജോണി അതല്ലേ പേര്, മറന്നുപോയി. ജോണി നിന്റെ ഫ്രണ്ടാ, ബെസ്റ്റ് ഫ്രണ്ട്.
അതുകൊണ്ടാണ് അവനെ അന്വേഷിച്ച് നീ ഇതുവരെ വന്നത്. അതിന് എന്തോ മതിയായ കാരണമുണ്ടായിരുന്നു. ആ, ആദ്യം നീ ജോണി എന്താണെന്ന് അറിയാൻ നോക്ക്. എന്നാലേ അവന്റെ ഫ്രണ്ടായ ഫ്രെഡി ആവാൻ നിനക്ക് പറ്റുള്ളൂ. നിരീക്ഷണം, സൂക്ഷ്മമായ വിശകലനം, ഇതൊന്നും ബുദ്ധിയില്ലാത്തവർക്ക് അത്ര എളുപ്പമല്ല. അണ്ണോ എന്നൊരു ഭ്രാന്തനാക്കണോ കൊടുക്കണമെന്നേ. ആരോഗ്യം എന്തായാലും നിനക്ക് വരില്ല കേട്ടോ. കോമൺ സെൻസ് ഇല്ലാത്തവർക്കും നോയ്സെൻസുകൾക്കും ഭ്രാന്ത് വരില്ല. അണ്ണാ ഒന്നില്ലേ കൗണ്ടർ പറയാൻ അറിയണം, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. ജോണി എന്റെ ആരാന്നാ പറഞ്ഞേ?